നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂലൈ മാസത്തെ തിരുവാതിര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. തിരുവാതിര നക്ഷത്രമാകുമ്പോൾ മിഥുനക്കൂറാണ്. മിഥുനക്കൂറിലാണ് ഇപ്പോൾ സൂര്യൻ സഞ്ചരിക്കുന്നത്. അത് 16-ാം തീയതി വരെയാണ് സൂര്യൻ മിഥുനത്തിലുണ്ടാകുക. അതിനുശേഷം കർക്കിടകൻ രാശിയിലേക്ക് മാറും. ലഗ്നത്തിൻ്റെ 12-ലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത്. അത് ശത്രു സ്ഥാനാധിപത്യം വഹിച്ച് നിൽക്കുന്ന ചൊവ്വയോട് യോഗം ചെയ്തിട്ടാണ്. അപ്പോൾ ചൊവ്വയും വ്യാഴവും ഭാതകാധിപതിയും ശത്രുസ്ഥാനാധിപതിയും ഒരുമിച്ച് 12-ൽ ദുരിതത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥ ഉള്ളതുകൊണ്ട് ദൈവാധീനക്കുറവുണ്ട്, ശത്രുദോഷം പ്രബലമാണ്, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റോങ്ങായിട്ട് വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. എന്നാൽ വീട് വിട്ട് അന്യദേശത്ത് നിന്ന് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് വലിയൊരു ദോഷമില്ല. വീട്ടിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് 4-ാം ഭാവത്തിൽ ഘടകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്ന കാരണം വിപരീത സ്വഭാവം, സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ വരിക, സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വരിക, അതുപോലെ തന്നെ വീട് വിട്ട് നിൽക്കാനിട വരിക, തൊഴിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ സംഭവിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ളൊരു മാസമാണ്. അത് കാരണം കൊണ്ട് തന്നെ 12-ാം വ്യാഴം എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അപ്പോൾ ദൈവാധീനക്കുറവിൻ്റേതായിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. എന്നാൽ ഭാഗ്യാധിപതി ബലവാനാണ്. ഭാഗ്യാധിപതി ഭാവേശോ പശുഭോ ഭാവേഷ. ഭാഗ്യാധിപതി എവിടെ നിന്നാലും ആ ഭാവത്തിന് പുഷ്ടിയെ കൊടുക്കും. ഇവിടെ ഭാഗ്യാധിപതി ഭാഗ്യസ്ഥാനത്ത് തന്നെ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്ന കാരണം കൊണ്ട് നല്ല ഭാഗ്യം അനുഭവിക്കാൻ യോഗമുണ്ട്. രക്ഷാസ്ഥാനത്ത് 4-ാം ഭാവാധിപതി ലഗ്നാധിപതി ആയിരിക്കുന്ന ബുധൻ നിൽക്കുന്നുണ്ട്. അത് ശുക്രനോട് യോഗം ചെയ്തിട്ടാണ്. അപ്പോൾ പൂർവ്വപുണ്യ സ്ഥാനാധിപതിയോട് ചേർന്ന് നിൽക്കുന്ന കാരണം പൂർവ്വപുണ്യപരമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട്. കാരണം സാമ്പത്തിക ഞെരുക്കം പോലുള്ള കാര്യങ്ങൾ വലിയ കാര്യമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയില്ല. കുടുംബ സംബന്ധമായ സുഖം അനുഭവിക്കാനും മാതാപിതാക്കളുടേതായിരിക്കുന്ന അനുകൂലമായിരിക്കുന്ന നിലപാടുകളും സഹോദര ഗുണം പോലെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കാൻ യോഗമാണ്. പക്ഷേ 7-ാം ഭാവാധിപതി 12-ലായത് കാരണം കൊണ്ട് ദാമ്പത്യ സുഖക്കുറവുണ്ടാകുന്ന ഭാര്യയ്ക്ക് രോഗാവസ്ഥ പോലെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടോ അതല്ലെങ്കിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളത് കാരണം കൊണ്ടോ ദാമ്പത്യ സുഖക്കുറവിന് യോഗമാണ്. പ്രധാനമായിട്ടും ശത്രുദോഷത്തിൻ്റെ ദുരിതം കൊണ്ടാണ് ഈ പറഞ്ഞ രീതിയിലുള്ള വിഷയം ഉണ്ടാകുക. അത് കാരണം കുടുംബത്തിൽ അസ്വസ്ഥ സ്വാഭാവികമായിട്ട് ഉണ്ടാകുക, വീട് വിട്ട് നിൽക്കാനിട വരിക, ചെയ്യുന്ന തൊഴിൽ ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ സംഭവിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് യോഗമുള്ളത്. മാത്രമല്ല ലഗ്നത്തിൽ നിൽക്കുന്ന സൂര്യൻ എടുത്തുചാട്ടം, ദേഷ്യം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കും. പെട്ടെന്ന് ചൂടാകുക, അതെന്ത് കാര്യങ്ങൾ കേട്ടാലും അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ചൂടാകുന്നൊരു പ്രവണത ഉണ്ടാകുക. അതേപോലെ തന്നെ ശക്തമായിട്ടുള്ള തലവേദന ഉണ്ടാകുക, ചെലവ് നിയന്ത്രിക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുക. ഇങ്ങനെ പല പ്രതിസന്ധികളിലൂടെയും കടന്നു പോകാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിലെ നെയ്വിളക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ദേവീ ക്ഷേത്രത്തിലെ രക്തപുഷ്പാഞ്ജലിയോ ഗുരുതി പുഷ്പാഞ്ജലിയോ കഴിപ്പിക്കുക. അതുപോലെ തന്നെ നാഗപൂജ ചെയ്യണം. ശത്രുദോഷ പരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, ദേവീ ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടാകണം. നല്ല പ്രാർത്ഥന, നല്ല വഴിപാടുകൾ, ക്ഷേത്ര ദർശനം, ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഒപ്പം സമയം ഇത്തിരി മോശമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട്, വലിയ പ്രശ്നങ്ങളൊന്നും ഇടപെടാതെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ വലിയ തടസ്സങ്ങളില്ലാതെ ഈ മാസം മുന്നോട്ട് കടന്നു പോകാനായിട്ടും അടുത്ത മാസം അനുകൂലമായിരിക്കുന്ന ഗുണഫലം അനുഭവിക്കാനും യോഗമുണ്ട്. കാരണം ഇപ്പോൾ ഈ 16-ാം തീയതി മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടകൻ രാശിയിലേക്ക് സൂര്യൻ മാറുമ്പോൾ തന്നെ ആ ദേഷ്യമെടുത്തേട്ടം പോലുള്ള ദോഷങ്ങൾ മാറും, നിപുണായോഗം വരും. അതുപോലെ തന്നെ 19-ാം തീയതി ബുധൻ മിഥുനൻ രാശിയിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഗുണം തന്നെയാണ്. അപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴത്തേക്കും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ വർദ്ധിച്ചു കൊണ്ടുവരും. എങ്കിലും വ്യാഴപ്പഴവിനുള്ള പരിഹാരങ്ങളൊക്കെ മുടങ്ങാതെ ചെയ്യുകയും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ മാത്രമേ ഈ മാസത്തിൽ തടസ്സങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.